നമസ്കാരം. പ്രധാന വാർത്തകൾ. പാർട്ടിയുടെ സർവ്വതലങ്ങളിലും അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നതായി കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. പാർട്ടിയിൽ പുനഃസംഘടന നടത്തുവാനാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കുവാൻ ഗംഗാ കർമ്മ പദ്ധതി മാതൃകയിൽ 1000 കോടിയുടെ കർമ്മ പദ്ധതി 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകും. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി. ലൈസൻസ് റദ്ദാക്കൽ, 20,000 രൂപ വരെ പിഴ ഈടാക്കൽ തുടങ്ങിയ നടപടികളിലേക്ക് പഞ്ചായത്ത്. പരിസ്ഥിതി ദിന വാരാഘോഷം. റാന്നിയിൽ വിവിധ പരിപാടികൾ. വാർത്തകൾ വിശദമായി. പാർട്ടിയുടെ സർവ്വതലങ്ങളിലും അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നതായി സൂചിപ്പിച്ച കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. പ്രവർത്തനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ പരിഗണിച്ച പാർട്ടിയിൽ പുനഃസംഘടന നടത്തുവാനാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. എന്നാൽ നേതൃമാറ്റം ചർച്ചാ വിഷയം ആയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാ തലങ്ങളിലും പുനഃക്രമീകരണം ആവശ്യമായി വരും എന്നാണ് വിലയിരുത്തൽ. പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പ്രവർത്തിക്കും. കെപിസിസിയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരുമായും സംസാരിച്ച് പരിഹരിക്കുമെന്നും സുധീരൻ പറഞ്ഞു. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥ തുടർന്നാൽ നീതിക്കായി ശക്തമായി സമരം നടത്തേണ്ടി വരുമെന്നും സുധീരൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിച്ച് കേരളത്തിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും വി.എം. സുധീരൻ ആവശ്യപ്പെട്ടു. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് അനാവശ്യമെന്ന് പൊതുമരാമത്ത് മന്ത്രി ജി. സുധാകരൻ. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വിവാദത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി നൽകുകയായിരുന്നു സുധാകരൻ. അമ്പലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ പുതിയ മെഡിക്കൽ കോളേജിന്റെ ആവശ്യമില്ല. അമ്പലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് കെടുകാര്യസ്ഥത മൂലം തകർന്നിരിക്കുകയാണെന്നും ജി. സുധാകരൻ പ്രതികരിച്ചു. സോളാർ കമ്മീഷന് കൈമാറിയ പെൻഡ്രൈവുകളിൽ ഒന്നിൽ ഉമ്മൻചാണ്ടിയുമായി നടത്തിയ സംഭാഷണങ്ങൾ, മറ്റൊന്നിൽ PC വിഷ്ണുനാഥുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ, മൂന്നാമത്തേതിൽ ലൈംഗിക ആരോപണങ്ങൾ തെളിയിക്കുന്ന അശ്ലീല ദൃശ്യങ്ങളും ആണെന്ന് സരിത എസ്. നായർ. 3 പെൻഡ്രൈവുകളും പെരുമ്പാവൂർ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ എഴുതിയതെന്ന് അവകാശപ്പെടുന്ന കത്തിന്റെ പകർപ്പടക്കം 7 ഫയലുകളുമായാണ് സരിത കഴിഞ്ഞ മാസം കമ്മീഷന് കൈമാറിയത്. ഇവ ഇന്നലെ സരിതയുടെ സാന്നിധ്യത്തിൽ അടയാളപ്പെടുത്തി കമ്മീഷൻ തെളിവായി സ്വീകരിച്ചു. ഇവയുടെ അടിസ്ഥാനത്തിൽ സരിതയെ വീണ്ടും വിസ്തരിക്കും. ക്രോസ് വിസ്താരത്തിനായി സരിത 17-ന് ഹാജരാകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കുവാൻ ഗംഗാ കർമ്മ പദ്ധതി മാതൃകയിൽ 1000 കോടി രൂപയുടെ കർമ്മ പദ്ധതി 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകും. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ JC അയ്യർ, CGWB റീജിയണൽ ഡയറക്ടർ വി. കുഞ്ഞമ്പു, കേന്ദ്ര ജല കമ്മീഷൻ അംഗം ഡോക്ടർ RN സിൻഹ, ദേശീയ നദീ സംരക്ഷണ അതോറിറ്റി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ വിനോദ് സിൻഹ എന്നിവരടങ്ങുന്ന കേന്ദ്ര സംഘമാണ് പമ്പാ നദിയുടെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനെത്തിയത്. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 1000 കോടിയുടെ പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. സുരേഷ് ഗോപി MP നയിച്ച സംഘത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളായി ജലസേന വകുപ്പ് ചീഫ് എഞ്ചിനീയർ VK മഹാദേവനും ജില്ലയിലെ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പമ്പാ നദിയുടെ വിവിധ സ്ഥലങ്ങൾ സംഘം ബുധനാഴ്ച കൂടി സന്ദർശിക്കും. മലിനപ്പെടുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യും. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുവാനാണ് പ്ലാൻ. ജനപ്രതിനിധികൾ, പരിസ്ഥിതി പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ സംഘത്തിന് വിവിധ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. പമ്പാ നദിയെ മാലിന്യമുക്തമാക്കുന്നതിന് നദിയിലേക്ക് ഒഴുകിയെത്താവുന്ന മാലിന്യങ്ങളുടെ ഉറവിടത്തിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് സുരേഷ് ഗോപി MP നിർദ്ദേശിച്ചു. ഇവിടെ അളവിൽ കവിഞ്ഞ ഒരു സംഗമം നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പേരിൽ
ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അസുഖങ്ങൾ പോലെയുള്ള ഒരുപാട് അഹിതങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കുന്നതിന് ഒരു പൂർണ്ണ ശുദ്ധ നദീ ജല ഒഴുക്ക് എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ശുചീകരണം മാത്രമല്ല, ഇതിൻ്റെ സോഴ്സിൽ നിന്നുള്ള ഒരു ശുദ്ധിയുടെ ഉറപ്പ് വരുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. കാരണം ഇനിയിപ്പോൾ ശബരിമലയിലേക്ക് മനുഷ്യ ഒഴുക്ക്, ആരാധക ഒഴുക്ക് എന്ന് പറയുന്നത്, ഭക്തരുടെ ഒഴുക്കെന്ന് പറയുന്നതും ഒക്കെ വളരെയധികം ഇരട്ടിക്കാൻ പോകുന്ന ഒരു പോപ്പുലേഷൻ റൈസാണ് നമുക്ക് പുറത്തുള്ളത്. ഭക്തരുടെ എണ്ണവും കൂടി വരികയാണ്. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യേണ്ട തരത്തിലൊരു 100 വർഷത്തേക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നതിൻ്റെ ഒരു 25% നമ്മളിപ്പോൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഇത് ഒരുപക്ഷെ നമ്മൾ വളരെ വ്യക്തമായി കാണാത്ത ഒരു ദുരന്തത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. കുന്നാർ അണക്കെട്ടിന്റെ ഉയരം കൂട്ടുക, മാലിന്യ സംസ്കരണ ശാലകൾ സ്ഥാപിക്കുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങൾ MP മുന്നോട്ട് വെച്ചു. പമ്പയിൽ ശുചിമുറി സംഭരണി നിറഞ്ഞു കവിഞ്ഞ മാലിന്യം പമ്പാനദിയിലേക്ക് ഒഴുകുന്നതിനെതിരെ ദേവസ്വം ബോർഡിനും ജില്ലാ ഭരണകൂടത്തിനും നോട്ടീസ് നൽകണമെന്ന് കേന്ദ്ര സംഘം നിർദ്ദേശിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കേന്ദ്രമന്ത്രി ഉമാഭാരതിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് പമ്പാനദി ശുചീകരണത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കുവാൻ കേന്ദ്ര സംഘത്തെ അയച്ചത്. ഇട്ടിയപ്പാറ ടൗണിൽ മാലിന്യം തള്ളുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അനു ടി ശാമുവൽ. 20,000 രൂപ പിഴ ഈടാക്കുവാനും തീരുമാനമായി. പരിസ്ഥിതി ദിനത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടൗണും പരിസരവും ശുചീകരിച്ചിരുന്നു. ഇപ്പോൾ വൃത്തിയായി കിടക്കുന്ന അവസ്ഥയിൽ തന്നെ ശുചീകരിക്കപ്പെട്ട സ്ഥലങ്ങൾ നിലനിർത്തണം എന്നാണ് പഞ്ചായത്തിന്റെ തീരുമാനം. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് 17 വാർഡുകളിലും ജനപങ്കാളിത്തത്തോടെ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. മാലിന്യ സംസ്കരണത്തിനായി പരിഹാരം സ്വകാര്യ ഏജൻസികളുമായി ചേർന്ന് നടപ്പാക്കുന്നതിന് തുടക്കമിട്ടിട്ടുണ്ട്. ഇതിൽ മുഴുവൻ വ്യാപാരികളുടെ സഹകരണം പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല. ഇതിൻ പ്രകാരം മാലിന്യ നിർമ്മാർജ്ജനത്തിന് തയ്യാറാകാതെ മാലിന്യം വഴിയിൽ തള്ളുന്നവർക്കെതിരെ 20,000 രൂപ പിഴയോ ലൈസൻസ് റദ്ദാക്കൽ നടപടിയോ കൈക്കൊള്ളുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അനു ടി ശാമുവൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തും സ്വകാര്യ ഏജൻസിയുമായിട്ടുള്ള മാലിന്യ സംസ്കരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്നാൽ ചില വ്യാപാരികൾ ഈ പദ്ധതിയുമായി സഹകരിക്കാത്ത ഒരു സമീപനമാണ് കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഇത്തരം മാലിന്യ സംസ്കരണ പദ്ധതിയുമായി സഹകരിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 20,000 രൂപ പിഴയടയ്ക്കാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. ടൗണിൽ തന്നെയുള്ള ജലനിർഗമന മാർഗങ്ങൾക്കായി ഓടകൾ തെളിക്കുന്ന പരിപാടിയാണ് ഇന്ന് നടന്നത്. ടൗണിൽ വലിയ പറമ്പുപടിയിൽ SC UP സ്കൂളിന് സമീപമുള്ള ഓടകൾ ഇന്ന് ശുചിയാക്കിയിരുന്നു. മണ്ണും ചെളിയും കൊണ്ട് നിറഞ്ഞുകിടന്ന ഓടകൾ JCB ഉപയോഗിച്ച് വൃത്തിയാക്കി. മഴക്കാലമായതിനാൽ എത്രത്തോളം ഇത് ഫലവത്താകും എന്നും അറിയില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമ്പോഴും എല്ലാവരുടെയും സഹകരണങ്ങൾ തുടർന്നുണ്ടായാലേ മാലിന്യ നിർമ്മാർജ്ജനം ശാശ്വതമായി നടപ്പാക്കാൻ പറ്റുകയുള്ളൂ എന്നും പ്രസിഡന്റ് അറിയിച്ചു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 17 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 12ാം വാർഡ് മെമ്പർ ബോബി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സഹകരണത്തോടെ ആയിത്തല സ്കൂളും പരിസരവും വായനശാലപ്പടിയും ശുചീകരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനാണ് പരിപാടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുത്തിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. MLA രാജു ബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം ഉയർത്തി ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെമിനാർ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പ്രകൃതിയും മനുഷ്യനും എന്നതായിരുന്നു ആശയം. റാന്നി വലിയപള്ളി വികാരി ഫാദർ തോമസ് എബ്രഹാം കടപ്പനങ്ങാട്ട് പ്രാർത്ഥനയോടുകൂടി പരിപാടി ആരംഭിച്ചു. ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ മാത്യൂസ് VT വാണിയടുത്ത് സ്വാഗതം ആശംസിച്ചു. നിർദ്ധരായിട്ടുള്ളവരെ ഒരു കൈത്താങ്ങൽ കൊടുത്ത്
ഒരു പുനരധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതിന് അല്പമായും അധികമായും ചെയ്യാൻ കഴിയുന്നതൊക്കെയും ഒരുമയിൽ കൂടി ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് പ്രാർത്ഥനയിൽ കൂടി ഒരു ആലോചന ദൈവം തന്നു. ആ ആലോചനയ്ക്ക് ഭംഗം വരാത്തവണ്ണം മുന്നോട്ട് കാൽവെക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതൊരു ചെറിയ ആരംഭമാണെങ്കിലും ഇതൊരു വിശാലതയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വളരെ ആവേശത്തോടു കൂടി മുന്നേറുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അതിനൊരു പ്രചോദനം ചെയ്യുവാൻ എല്ലാവരുടെയും സഹകരണങ്ങളും പ്രാർത്ഥനയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ അതിനുവേണ്ടി ഈ സമയം ഞങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യുന്നു. സുവിശേഷകൻ തോമസ് കുട്ടി പുന്നൂസ് അധ്യക്ഷനായിരുന്നു. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യവുമായിട്ട് പ്രിയപ്പെട്ട വാണിയിടത്ത് പ്രിയപ്പെട്ട മോൻസിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരുമയുടെ പ്രവർത്തനം, വാസ്തവത്തിൽ താലൂക്ക് ആശുപത്രിക്ക് 2 വീൽ ചെയറുകൾ നൽകിയതോടൊപ്പം ബഹുമാന്യനായ വലിയപള്ളി വികാരി പ്രിയപ്പെട്ട അച്ഛൻ കുമ്പഴയിൽ നിന്ന് എത്തിയ സ്വാധീനമില്ലാത്ത 28 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, നടക്കാൻ കഴിയാത്ത വീൽ ചെയറിൻ്റെ മാത്രം സഹായം അർഹിക്കുന്ന വ്യക്തിക്കും നൽകുവാനിടയായി തീർന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീൽചെയർ വിതരണവും പഠനോപകരണ വിതരണവും MLA രാജു ബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഫാദർ തോമസ് എബ്രഹാം കടപ്പനങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഒരുമ എന്ന ഈ പ്രസ്ഥാനത്തിൽ കൂടി നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് 2 വീൽ ചെയർ നൽകുകയും അതുപോലെ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ നൽകി ഈ സംഘടന വളരെ അനുഗ്രഹകരമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരുമയോടെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ആയതിന് ദൈവം തമ്പുരാന് സർവ്വശക്തിയും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ ഉടമയായിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വാണിയിടത്തെ മോൻസിയെ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും പ്രത്യേകമായിട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ പങ്കാളികളാകുമെന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ വാക്കുതരികയും കൂടി ചെയ്യുകയാണ്. ഹെഡ്മിസ്റ്റർ സ്റ്റീന എബ്രഹാം, സ്കൂൾ മാനേജർ രാജു കുരുവിള, ജില്ലാ പഞ്ചായത്ത് അംഗം സൂസൻ അലക്സ്, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് അംഗം ബോബി എബ്രഹാം, HMC മെമ്പർ ഷാജി തെക്കാട്ടിൽ എന്നിവർ ആശംസ അറിയിച്ചു. ബാഗ്, കുട, അതുപോലെ വീൽ ചെയറുകൾ എന്നിവ കൊടുത്ത് സഹായിച്ച ഇതിൻ്റെ സംഘാടകരോട് ഉള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ോടുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അധ്യാപകൻ സ്മിജു ജേക്കബ് മറ്റക്കാട് കൃതജ്ഞത അറിയിച്ചു. റാന്നി ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഇലക്ട്രോണിക് മെക്കാനിക്ക് എന്നീ ട്രേഡുകളിൽ അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂൺ 25. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയുന്നു: 04735221085. റാന്നി സിറ്റഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷവും പരിസ്ഥിതി ദിനാഘോഷവും ഇന്ന് നടന്നു. റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് A. സമീർ ഉദ്ഘാടനം നിർവഹിച്ചു. റാന്നി സിറ്റഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷവും റാന്നി ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി ദിനാഘോഷവും സംയുക്തമായി സ്കൂളിൽ നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ബെന്നി കൊടിമരത്തുമൂട്ടിൽ സ്വാഗതം ആശംസിച്ചു. വൃക്ഷങ്ങള് പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെയുള്ള ഒരു വാസസ്ഥലമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പാമ്പും പൂമ്പാറ്റയും വന്യമൃഗങ്ങളും സൂക്ഷ്മജീവികളും പക്ഷികളുമൊക്കെ ചേക്കേറുന്ന വൃക്ഷങ്ങൾ, അവയ്ക്ക് വേണ്ട സ്ഥലങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആവശ്യമായ ജലം കടന്നു വരുന്നത് ആവശ്യമായിട്ടുള്ള വനസമ്പത്ത് അല്ലെങ്കിൽ വൃക്ഷസമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നാം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. റാന്നി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാൻ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് A. സമീർ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 5 നമ്മൾ എന്തുകൊണ്ടാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നമ്മുടെ ഈ പരിസ്ഥിതിയെ ആശ്രയിച്ച നമ്മുടെ വായു, ജലം, മണ്ണ്, ഇത് മൂന്നും നമുക്ക് മനുഷ്യൻ്റെ സർവൈവലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 3 ഘടകങ്ങളാണ്. ഈ
മേഖലകളിൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ മലിനീകരണം വരുമ്പോഴാണ് നമ്മുടെ പരിസ്ഥിതി അപ്രതീക്ഷിതമായ പല വിഘാതങ്ങളും നമ്മൾ കാണിച്ചു തരുന്നത്. അതിനുള്ള ഒരു പ്രധാന ഉദാഹരണം നിങ്ങൾ ജോഗ്രഫി പഠിക്കും. നമ്മുടെ ഓസോൺ പാളിയുടെ തകർച്ച പഠിച്ചിട്ടില്ലേ? പഠിക്കുകയല്ലേ അല്ലേ? 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലല്ലേ? ആ ഓസോൺ ലെയറിൻ്റെയൊക്കെ അപകടം നമ്മൾ ഏതെല്ലാം സ്ഥിതിയിൽ കൊണ്ടെത്തിക്കുമെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം, കാർബണിൻ്റെ വിവിധ ഘടകങ്ങളെ അത് പ്രകൃതിയിൽ ലയിപ്പിച്ച് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാണ്. ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബിന്ദു വളയനാട്ട് അധ്യക്ഷത വഹിച്ചു. മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. പ്രകൃതിയെ സംരക്ഷിക്കാതെ അതിൻ്റെ ഫലമായി, ചൂഷണത്തിൻ്റെ ഫലമായി നമുക്കറിയാം, കഴിഞ്ഞ മാസം നമുക്ക് അനുഭവപ്പെട്ട ചൂട് വളരെ അധികമായിരുന്നു. ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ മനുഷ്യൻ തൻ്റെ ജീവിതം പോലും അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ചൂട് കൂടി നമ്മൾ ജീവിതം പോകുന്നതിൻ്റെ ഒരവസ്ഥയിലേക്ക് വന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്ട്രി ക്ലബ്ബ് സ്റ്റുഡൻസ് തയ്യാറാക്കിയ നാടകം അരങ്ങേറി. റാന്നി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് റിനോസാഗ് വടക്കത്ര, ലീഗൽ സർവീസസ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ബോബി കാക്കാനപ്പള്ളി എന്നിവർ ആശംസകൾ അറിയിച്ചു. ഇന്ന് നാം പ്രകൃതിയെക്കുറിച്ച് ഏറെ കേട്ടു അല്ലേ? എല്ലാവരും ക്ഷീണിച്ചോ? നമുക്കിലൊരു ചോദ്യം ചോദിക്കാം. ആരാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ ശത്രു? ഞാൻ ഉദ്ദേശിച്ച ഉത്തരം പറഞ്ഞു. പ്രകൃതിയുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്. മനുഷ്യൻ പ്രകൃതിയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു ഉപകരണമാണ് പ്ലാസ്റ്റിക്. പലരും വിചാരിക്കും JCB പാറപൊട്ടിയിലെ യന്ത്രങ്ങളുമൊക്കെയാണ്. പക്ഷേ നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുന്ന നമ്മൾ തന്നെ പ്രകൃതിയെ ഏറ്റവും കൂടുതൽ ദ്വേഷിക്കുന്ന എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രകൃതിയെ പറ്റിയുള്ള പ്രകൃതിയോടുള്ള നമ്മുടെ മനോഭാവം ഏത് രൂപത്തിലായിരിക്കണം, ഏത് തരത്തിലായിരിക്കണം, അതിനെ എങ്ങനെ മാറ്റിയെടുക്കണം എന്നൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പല ചർച്ചകളിലൂടെയും പല മീറ്റിങ്ങുകളുടെയും കഴിഞ്ഞ 5-ാം തീയതി മുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ 5-ാം തീയതി എന്ന് പറയുന്നത് ആ ഒരു ദിവസം മാത്രം വൃക്ഷങ്ങൾ വയ്ക്കുകയും പ്രകൃതിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് ഒതുങ്ങാൻ പാടില്ല. പരിസ്ഥിതിയെപ്പറ്റി നടത്തിയ പഠന ക്ലാസ് അഡ്വക്കേറ്റ് PD ദേവരാജ് നയിച്ചു. PTA പ്രസിഡന്റ് ഫാദർ AB വർഗീസ് നന്ദി അറിയിച്ചു. പ്രകൃതി ദിന സന്ദേശം ഉൾക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. We, the children of earth, solemnly affirm and pledge we are the part of planet Earth. We shall love to protect, maintain and sustain it for the future generations. Our home, sacred to the multitudes, shelter for 1 million creatures. We don't own it, but it owns us. ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ മുനിസിപ്പൽ കോമൺ സർവീസിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് ജൂൺ 15, 16, 17, 22, 25 തീയതികളിൽ രാവിലെ 9 മണി മുതൽ ജില്ലാ PSC ഓഫീസിൽ അഭിമുഖം നടത്തും. അറിയിപ്പ് ലഭിക്കാത്തവർ 10-ന് ശേഷം PSC പത്തനംതിട്ട ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 22226665. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9477765036. വാർത്തകൾ തുടരുന്നു. താഴ്ന്നതും പൊട്ടിയതുമായ വൈദ്യുതി കമ്പികൾ കണ്ടാൽ ജാഗ്രത വേണം. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന വൈദ്യുതി തകരാർ മൂലമുള്ള അപകടം ഒഴിവാക്കുവാനാണ് നിർദ്ദേശം.
താഴ്ന്നു കിടക്കുന്നതോ പൊട്ടിയതോ ആയ വൈദ്യുതി കമ്പികൾ കണ്ടാൽ ജാഗ്രത പാലിക്കണമെന്നും അവയ്ക്ക് സമീപത്ത് പോകരുതെന്നും KCP ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന വൈദ്യുതി തടസ്സം, മരങ്ങളും ചില്ലുകളും വീണ ലൈൻ തകരാറിലാകുക, അപകടാവസ്ഥയിൽ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, വൈദ്യുതി ലൈനുകൾ എന്നിവയും കണ്ടാൽ അറിയിക്കണമെന്നും തടസ്സങ്ങൾ പരിഹരിക്കുവാൻ രാപ്പകൽ പ്രവർത്തിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയതായുമാണ് എഞ്ചിനീയർ കാര്യാലയത്തിൽ നിന്നുള്ള അറിയിപ്പ്. ഇത്തരം അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാവുന്നതാണ്. കാലവർഷം എത്തിയതിനാൽ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ വൈദ്യുതി തകരാറുകൾ പരിഹരിക്കുവാൻ നെട്ടോട്ട് മൂടുന്നത് പതിവ് കാഴ്ചയാണ്. അപകട ഭീഷണി ഉയർത്തുന്ന വൈദ്യുതി സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ബോർഡിന്റെ സഹായം തേടേണ്ടതാണെന്നാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ നിർദ്ദേശം. പത്തനംതിട്ട ജില്ലയിൽ മികച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനം നടത്തിയ ലഹരി വിരുദ്ധ സന്നദ്ധ സംഘടന, ലഹരി വിരുദ്ധ സന്നദ്ധ പ്രവർത്തകർ, മികച്ച സ്കൂൾ ലഹരി വിരുദ്ധ ക്ലബ്ബ് അംഗം, മികച്ച കോളേജ് ലഹരി വിരുദ്ധ ക്ലബ്ബ് അംഗം എന്നിവർക്ക് എക്സൈസ് വകുപ്പ് സംസ്ഥാനതല അവാർഡ് നൽകും. സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും പത്തനംതിട്ട, അടൂർ, റാന്നി, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി, ചിറ്റാർ റേഞ്ച് ഇൻസ്പെക്ടറുമായി ജൂൺ 9 തീയതിക്ക് മുൻപായി ബന്ധപ്പെടണമെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർട്ടിയുടെ സർവ്വതലങ്ങളിലും അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. പാർട്ടിയിൽ പുനഃസംഘടന നടത്തുവാനാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. പമ്പ നദിയെ മാലിന്യമുക്തമാക്കുവാൻ ഗംഗാ കർമ്മ പദ്ധതി മാതൃകയിൽ 1000 കോടിയുടെ കർമ്മ പദ്ധതി 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകും. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി. ലൈസൻസ് റദ്ദാക്കൽ, 20,000 രൂപ വരെ പിഴ ഈടാക്കൽ തുടങ്ങിയ നടപടികളിലേക്ക് പഞ്ചായത്ത്. പരിസ്ഥിതി ദിന വാരാഘോഷം, റാന്നിയിൽ വിവിധ പരിപാടികൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.